ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ബംഗാളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ബംഗ്ലാദേശിൽ സുവേന്ദു സർക്കാർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ സുവേന്ദു സർക്കാർ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൗതുകം ഉണർത്തുന്നതായതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബംഗ്ലാദേശികളൊക്കെ തിരിച്ചു പോവുകയാണ്, നുഴഞ്ഞുകയറ്റക്കാർ. അപ്പൊ ഇവരൊക്കെ തിരിച്ചു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞില്ല, നുഴഞ്ഞുകയറ്റക്കാർക്കൊന്നും നടപടി എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനും വിചാരിച്ചു, എന്താ ഇങ്ങനെ പറയുന്നത്? കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കൊലപാതകവും പീഡനവും ഒക്കെ നടത്തി അവനായിരിക്കുമല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ യവന്മാരെയൊക്കെ പിടിച്ച് അകത്താക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബംഗ്ലാദേശിന്റെ റിപ്പോർട്ട് നമ്മുടെ സർക്കാർ കൈമാറിയിട്ടുണ്ട്. ആ സർക്കാർ 2680 ക്രിമിനൽസിന്റെ റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശി പൗരന്മാരല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള റിപ്പോർട്ടാണത്. അവന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവന്മാരെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബംഗ്ലാദേശിനെ അങ്ങോട്ടേക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിട്ട് പറയുന്നു, ഇത് നിങ്ങളുടെ നാഷണാലിറ്റി പെട്ട ആൾക്കാരല്ലേ, നിങ്ങൾ ആണെന്ന് കൺഫേം ചെയ്ത് തരും, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അതുമല്ല, ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ നമ്മുടെ അയാളുണ്ടല്ലോ, മറ്റേ അയാളെ പേര് സക്കീർ നായിക് ആണല്ലോ ഇവിടുത്തെ ബംഗ്ലാദേശികളുടെ സുഡാപ്പികളുടെ ഒക്കെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ഈ BJP ഇങ്ങനെ ശക്തി പ്രാപിച്ച് വന്നപ്പോൾ ഇയാൾ നടത്തിയ ഒരു ആഹ്വാനമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പ്ലേസ് കേരളമാണ്, നിങ്ങൾ കേരളത്തിലേക്ക് ചെല്ലുമെന്ന് അത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആ കേരളത്തിലേക്ക് ചെല്ലു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് നമ്മുടെ ഏലത്തൂരിൽ ഒരുത്തൻ ട്രെയിനിൽ തീ വെച്ചത്. ആ ട്രെയിനിൽ തീ വെച്ചവൻ പിന്നെ മുംബൈയിലേക്ക് കടന്നു. പിന്നെ മഹാരാഷ്ട്ര ATS ആണ് അവനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കേരള പോലീസിനെ ഏൽപ്പിച്ചത്. കേരള പോലീസ് അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് കേരള പോലീസിന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായിപ്പോയി. ആ ടയർ പഞ്ചറായ കേരള പോലീസിന്റെ വണ്ടി റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമിയുടെ ലേഖകനെതിരെ നമ്മുടെ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു. അപ്പൊ ഇതാണ് കേരള പോലീസിന്റെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത ബംഗ്ലാദേശികളുണ്ടല്ലോ, അവന്മാരെല്ലാം കൂടെ കൂടും കുടുക്കിയെടുത്ത് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അലേർട്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. 20 lakh ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സ് ഇൻ കർണാടക എന്നുള്ളതാണ്. 20 ലക്ഷം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കർണാടകയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. മെനി ഹോൾഡിംഗ് ഫേക്ക് ആധാർസ് ആൻഡ് വോട്ടർ IDs. ഒരുപാട് പേര് ഫേക്ക് ആധാറും വോട്ടർ IDസും അവരുടെ കയ്യിലുണ്ട്. ദേ ആർ എൻറ്ററിംഗ് വിയ ട്രെയിൻസ് ലൈക്ക് ഷാലിമാർ എക്സ്പ്രസ് ഫ്രം വെസ്റ്റ് ബംഗാൾ ആഫ്റ്റർ ക്രാക്ക് ഡൗൺ ആൻഡ് സെറ്റിലിംഗ് ഇൻ ബാംഗ്ലൂരു എന്നുള്ളതാണ്. ഷാലിമാർ എക്സ്പ്രസിലാണ് ഇവർ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ബംഗ്ലൂരുവിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. മാൾനാട് ബാംഗ്ലൂരു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ സെറ്റിൽ ആയിരിക്കുന്നത്. പിന്നെ ഇവർ കൺസ്ട്രക്ഷൻ ഫീൽഡ്, പ്ലാന്റേഷൻ, കാർഷിക വൃത്തി, ഈ ജോബിലാണ് ഇവർ കയറാനായിട്ട് പോകുന്നത്. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് കേട്ടോ. വെൻഡിങ് ജോബ്സ്, ഇതൊക്കെയാണ് അവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹബ്ബള്ളിയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായി. അവര് തെരുവിലിറങ്ങിയിട്ട് ഇവർ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം, കർണാടകയിലുള്ള ഗവൺമെന്റ് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം, റെയ്ഡ് നടത്തണം, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം, ഇല്ലെങ്കിൽ കർണാടക വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രം ഏതാണ്? കേരളമാണ്. ആ കേരളത്തിലേക്ക് വരാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ ED ഇവിടെ റെയ്ഡ് ചെയ്യാവുന്നതേ നമ്മുടെ ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല. അപ്പോഴാണ് ബംഗാളികൾ ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അറിയാനായിട്ട് പോകുന്നത്. അപ്പോ എന്താണ് ഈ ബംഗ്ലാദേശികൾ? നേരത്തെ ബിജേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. കാരണം ഇവർ പോവും, കാരണം ഇവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും എടുത്ത് കളയുമ്പോൾ ഇവർ പോവും. പക്ഷെ ഇവർ അവിടെ നിന്ന് പോവും, ബംഗാളിൽ നിന്ന് പോവും. പക്ഷെ ഇവിടെ കേരളത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കർണാടകയിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്പാ ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്തിരുന്നു. അതിനകത്ത് അതിനെ പിടികൂടുകയും അതിൽ 2 യുവതികളെ പിടിച്ചു. 2 യുവതികളും ഉണ്ടായിരുന്നു അതിനകത്ത്. അവരുടെ ഫോട്ടോസ് ഇതൊക്കെ വന്നിരുന്നു. ഈ 2 യുവതികളും ബംഗ്ലാദേശ് സ്വദേശിനികളാണ്. അതായത് ഈ നാട്ടിൽ ഈ ബംഗ്ലാദേശികളെ കൂട്ടത്തോടെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സ്പാ നടത്തുന്നത് ബംഗ്ലാദേശികളാണ് എന്നുള്ളതാണ് അതിനകത്തെ രസം. അപ്പോൾ ഇവര് പറയുന്ന കാര്യത്തിൽ ഈ സ്വാഭാവികമായി ബംഗ്ലാദേശികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് ആസാമീസ് ആണ് ഞങ്ങൾ, അല്ലെങ്കിൽ ബംഗാളികളാണെന്ന് പറയും. ഇവരുടെ കയ്യിൽ ID പ്രൂഫ് ഉണ്ട്. 500 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ID പ്രൂഫ് കിട്ടും. ഇത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ മലയാളീസിനെ സംബന്ധിച്ച് ഇത് തിരിച്ചറിയാൻ വേറെ മാർഗവുമില്ല. കാരണം ഇവർക്ക് ഈ ഹിന്ദിയും ഇവരുടെ കയ്യിലുള്ള ID കാർഡും കാണുമ്പോൾ ഇവർ ഇതാണ് സ്ഥിരപ്പെടുത്തും, സ്ഥലപ്പേരും ഒക്കെ പറഞ്ഞു കളയും, ഒരു കുഴപ്പമില്ല. എന്നിട്ട് വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അവർക്ക് പള്ളി പ്രാർത്ഥിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെരുമ്പാവൂരൊക്കെ അത്തരത്തിലുള്ള ക്രിസ്ത്യൻ പള്ളികൾ നിലവിൽ നിൽപ്പുണ്ട്. ഈ മുസ്ലിം കൂട്ടായ്മകൾ നിലവിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ അംഗങ്ങളാക്കുന്നുണ്ട്. തൊഴിലാളി യൂണിയനുകൾ ഇവരെ അംഗങ്ങളാക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഇവർക്ക് സേഫും രാജകീയമായ ഒരു ലൈഫും ഒക്കെയാണ് ഇവിടെ പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാതാകുമ്പോഴാണ് ചോദിക്കുന്നത് അവൻ എന്ത് ചെയ്ത് വെക്കുമ്പോൾ അവൻ പോയി, അവൻ ആ വഴിക്ക് പോയി ബംഗ്ലാദേശ് വഴി ഇനി ബംഗ്ലാദേശ് വഴി കടന്നു പോവുക, ഈ അതിർത്തി വഴി കടന്നു പോവുക അല്പം റിസ്ക് ആണ്. ഈ വേലിയെല്ലാം വന്നു കഴിഞ്ഞാൽ
അതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ടവർ പോയത്. ഇപ്പോൾ ഒരു വലിയ ഓപ്പറേഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇവന്മാരെ പിടികൂടുക എന്നത് മാത്രവുമല്ല, ഈ ഇവന്മാർ ഉൾപ്പെട്ട അനവധി ക്രിമിനൽ കേസുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രസവിച്ചു ഒരു ആശുപത്രിയിൽ. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പറയുന്നില്ല. എല്ലാവർക്കും വന്നതാണ്, പത്രത്തിൽ വന്നു. ഡോക്ടർക്ക് മനസ്സിലായില്ല ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ പ്രസവിച്ചു. ഈ കുട്ടി ഇപ്പൊ കൊടുത്തിരിക്കുന്ന മൊഴി, ഒരു ഇതര സംസ്ഥാനക്കാരനാണ് തന്നെ ഗർഭിണിയാക്കിയത്. അയാളെ തിരിച്ചറിയാൻ തനിക്ക് അറിയില്ല, അയാൾ പോയി എന്നാണ് പറയുന്നത്. ഇനി ബംഗ്ലാദേശിയാണോ, ബംഗ്ലാദേശിൽ എത്തിയോ, ഇതൊന്നും നമുക്ക് അറിയില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നൊരു കാര്യം. അപ്പോ ഈ ഒരു രീതിയിലേക്ക് എത്രത്തോളം ക്രിമിനൽസ്, എത്രയോ കേസുകൾ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ നമ്മുടെ അങ്കമാലിയിൽ നിന്നുമൊക്കെ ഈ പോലീസ് സ്ക്വാഡുകള് പോയിട്ട് ഈ കൊലപാതകങ്ങളുടെ പ്രതികളെയൊക്കെ പലരെയും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ചില പ്രതികളെ നമുക്ക് കിട്ടില്ല. ഇവര് ആസാമിന്റെ ഒക്കെ ഒരു ബോർഡർ വരെയൊക്കെയാണ് ഇവർ ചെല്ലുന്നത്. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ബംഗാളിന്റെ ബോർഡർ വരെ ചെന്നിട്ട് ഇവർ എങ്ങോട്ട് പോയി, എവിടെ? കാരണം ഇവര് പോകുന്നത് ബംഗ്ലാദേശിലേക്കാ. അവിടെ പോയിട്ട് നമ്മുടെ പോലീസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ല. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും പ്രതികളെ ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കാനോ ഇല്ലെങ്കിൽ ഇവർക്ക് അവിടെ പോയിട്ട് പ്രതികളെ പിടിച്ചു കൊടുക്കുന്നത് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് മാത്രമല്ല, ഇവരുടെയൊക്കെ പേരുകളും അലി എന്നൊരു പേരുണ്ട്, എല്ലാവർക്കും അലിയാണ്. ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇതൊക്കെ അവിടുത്തെ ഈ അന്വേഷണത്തിന് പോയി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് അവിടെ ചെന്ന് നമ്മൾ ഈ അലി ഏതാന്ന് ചോദിക്കുമ്പോൾ 100 അലി അതിനടുത്തൊക്കെ തന്നെ ഉണ്ട്. ഈ അലികളെ മുഴുവൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വലിയ റിസ്ക് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ക്രിമിനൽസ് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പൊ ആ ക്രിമിനൽസിനെ വിടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാട്. കാരണം അവരുടെ ക്രൈം ചെയ്തവരാണ്, അവരുടെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യാന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യ ഈ ഭീകരവാദത്തിന്റെ ഹബ്ബായി മാറുന്നു എന്ന് പറയുന്നത് നമ്മളാരുമല്ല, BJP-ക്കാരുമല്ല, ഐക്യരാഷ്ട്ര സഭയാണ് പറഞ്ഞത്. സൗത്ത് ഇന്ത്യ 2016 പറഞ്ഞത്. അന്നത്തെ നിത്യാനന്ദ റായ് ആണെന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ സഹമന്ത്രി ഉണ്ടായിരുന്നു, ഇവിടുത്തുകാരനാണ്, തെലങ്കാന ഉള്ള മന്ത്രിയായിരുന്നു അദ്ദേഹം. അത് നിത്യാനന്ദ റായ് തന്നെ, അദ്ദേഹം സഹമന്ത്രിയായിരുന്നു, ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് പാർലമെന്റ് നടത്തി ദക്ഷിണേന്ത്യ. പക്ഷെ അത് അമിത്ഷാ അദ്ദേഹത്തെ ശാസിക്കുകയും മറ്റുമൊക്കെ ചെയ്തായിരുന്നു പാർലമെന്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. കാരണം ഈ രഹസ്യങ്ങളാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അന്ന് അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. കാരണം ഇത്തരം ആളുകൾ വലിയ രീതിയിൽ വരുമ്പോൾ വലിയ സ്വീകാര്യത ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടുന്നു. കാരണം ഇവിടുത്തെ ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതര സർക്കാർ എന്നൊരു മുഖംമൂടി ഇട്ടുകൊണ്ട് ചില പ്രീണനങ്ങൾ നടത്തുന്നു ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ പ്രീണനമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഇരിപ്പിടത്തിന്റെ അവിടെ ബോംബ് പൊട്ടിയാലും നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാൻ പ്രാപ്തരല്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള റെയ്ഡ് നടക്കുന്നുണ്ട്. ബംഗാളിൽ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്, ക്രിമിനൽസിനെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ചാരന്മാരെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിടിക്കുന്നുണ്ട്, UP-യിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ബംഗാൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ ക്ലിയർ ആയി വരുന്നു. ഇന്നലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തെരുവ്, അതായത് ഈ ഈദ് നിസ്കാരം നടക്കുമ്പോൾ എപ്പോഴും ആളുകൂടി ട്രാഫിക് ബ്ലോക്ക് വരുന്ന ഒരു തെരുവ് ഇന്നലെ ശൂന്യമായിരുന്നു. ആ തെരുവിലൂടെ വാഹനങ്ങൾ പോകുന്ന വിഷ്വൽസ് ആണ് ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊക്കെ കാണിച്ചത്. കാരണം അതിങ്ങനെ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ധനുഷ് പറഞ്ഞത് കറക്റ്റ്. ആ ബാക്കിയുള്ളവരോട് ഈ തരികടകൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇപ്പോഴീ പലായനം ചെയ്യുന്നവരെല്ലാം ഒരു സാധാരണപ്പെട്ടവരും മറ്റുള്ളവരുമാണ്. ആ വീട്ടുവേലയ്ക്ക് വന്നവരോ ഇല്ലെങ്കിൽ ട്രാഫിൽപ്പെട്ട് വന്നവരോ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസ സമ്പാദിക്കുന്നത് വന്നവരോ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് കൊട്ടേഷൻ വർക്ക് എടുത്തവരുണ്ട്, മസാജ് പാർലറിൽ കൂടെ പൈസ ഉണ്ടാക്കുക, ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ തടിതപ്പി പോവാ, അത്യാവശ്യം നല്ല പൈസ കിട്ടും. പ്രത്യേകിച്ച് ഇപ്പോഴും അവർ കൂടുതലായി ഒരുപക്ഷെ വരാനുള്ള സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബംഗാളികളുടെയൊക്കെ കൂലികൾ അവർ കൂട്ടിയിട്ടുണ്ട്, പഴയ കൂലിയല്ല. അപ്പോൾ ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ കിട്ടും എന്നൊരു നില ഇപ്പൊ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ പല സ്ഥലത്തും ഈ തൊഴിലാളികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരിപ്പോ 1700 രൂപയാണ് ചോദിക്കുന്നത്. 1700 കൊടുത്ത് അവരെ പണിക്ക് വെക്കാൻ തയ്യാറായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പോലും ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വളരെ ഒരു മന്ദീഭവിച്ച ഒരു അവസ്ഥയാണ് ഇപ്പം, പണിക്കാരില്ലാത്തതുകൊണ്ട്. അപ്പൊ അവിടൊക്കെ വന്നിട്ട് ഇവർക്ക് ബാർഗെയിൻ ചെയ്തിട്ട് ഇവർക്ക് പണിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ട് കുറച്ചുപേർ അങ്ങനെയും വരുന്നുണ്ട്. കുറച്ചുപേര് ക്രിമിനൽസ് ആണ്, ക്രിമിനലിന്റെ കൂട്ടത്തിൽ നിൽക്കുക. കാരണം ഇനിയിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇച്ചിരി പൈസ ഉണ്ടായിക്കൊണ്ട് എപ്പോഴെങ്കിലും നാട്ടിലേക്ക് പിടിക്കാം, നാട്ടിലേക്ക് തടി തപ്പാം, ഏതെങ്കിലും ഒരു വഴി തുറന്നു വരും, ഇല്ലെങ്കിൽ ഇന്ത്യ തന്നെ കൂടാം എന്നുള്ള രീതിയിലേക്ക് വരും. ഏതായാലും ഇതിനിപ്പോ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇനിയിപ്പോ ഇതിന്റെ ഒരു ഇത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് കേന്ദ്രം നീങ്ങുന്നത്. 20 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ, അത് കർണാടകത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ആകെ ഉണ്ടെന്നാണ് ഇപ്പൊ കാണുന്നത്. കാരണം അവിടെ നിന്ന് ഇവരെല്ലാം ചാടിയിട്ടുണ്ട്, കുറെ അധികം പേര് ചാടിയിട്ടുണ്ട്. ആ ചാടിയവർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ അവര് ആസാമിയാണ്, ബംഗാളിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, ബംഗ്ലാദേശികൾ കുറെ അധികം പേര് ചാടിയിട്ടുണ്ട്. അതിനകത്ത് തീവ്രവാദ സംഘടനകളിൽ പെടുന്നവരുണ്ട്. കാരണം ഈ ബംഗ്ലാദേശിലുള്ള തീവ്രവാദ BNB എന്നൊക്കെ പറഞ്ഞ തീവ്രവാദ സംഘടനകളുടെ
ഒക്കെ സ്ലീപ്പർ സെല്ലുകൾ സൗത്ത് ഇന്ത്യയിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ പലവട്ടം ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ ലഷ്കർ-എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ചെയ്യുന്ന പണി ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ പ്രവർത്തനം നടത്തുന്നത്. അതായത് അവർക്കിപ്പോൾ, അതായത് ഈ ലഷ്കർ-എ തോയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും ഡയറക്റ്റ് ഇപ്പോൾ കാശ്മീരിലടക്കം വന്ന് കയറി പണി നടത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ. കാരണം നമ്മൾ സ്ട്രിക്റ്റ് ആണ്, വളരെ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉള്ള ഈ ബംഗ്ലാദേശിലുള്ള തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ മുഴുവൻ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ. സൗത്ത് ഇന്ത്യ ഇപ്പോൾ അവർക്ക് വളരെ വിളനിലമായി മാറുന്നൊരു കാര്യം, സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഒന്ന് തെലുങ്കാന കോൺഗ്രസ് ആണ്, കർണാടക കോൺഗ്രസ് ആണ്. അവർക്ക് തമ്മിൽ തല്ലി കഴിഞ്ഞിട്ട് നേരമില്ല. പിന്നുള്ളതൊന്ന് വിജയിയാണ്, മറ്റൊന്ന് കേരളമാണ്. ഈ ഒരു സാഹചര്യം കൂടി മുതലെടുത്തുകൊണ്ടാണ് അവര് ഇവിടെ എത്തുന്നത്. ഇതൊരു ഗുരുതരമായ ഭവിഷ്യത്താണ്. എന്തായാലും കേന്ദ്രം ഒരു സ്ട്രിക്റ്റ് നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അതിനിപ്പോ എങ്ങോട്ട്, കാരണം അതാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത്, ഇതിപ്പോ സേനയ്ക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല, ജനങ്ങൾ കൂടി അലർട്ടാകണം, അസ്വാഭാവികമായി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് അമിത്ഷാ ജനങ്ങൾ, കാരണം ഇത് ഈ രാജ്യം 140 കോടി ജനമുള്ള ഒരു രാജ്യമാണ്. അവിടെ നമുക്ക് എത്ര പോലീസുകാരെ, ഓരോരുത്തർക്കും ഓരോ പോലീസുകാരെ മറ്റുള്ള കാര്യം വിട്ട് കൊടുക്കാൻ പറ്റുമോ? അതോ നമ്മുടെ ഈ 10,90,000 വരുന്ന നമ്മുടെ ഈ രാജ്യത്തെ ഗ്രാമാന്തരങ്ങളിലെല്ലാം പോലീസിന്റെ യൂണിറ്റോ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ യൂണിറ്റോ തുടങ്ങാൻ കഴിയുമോ? ഇതൊന്നും കഴിയുന്നൊരു കാര്യമല്ല. അപ്പൊ ജനങ്ങൾ കൂടി കുറച്ചുകൂടെ അലർട്ടായിക്കൊണ്ട് ഇങ്ങനെ ചില അസ്വാഭാവികമായ ഒരു മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ, പോലീസിനെയൊക്കെ അറിയിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത്. ഏതായാലും വലിയ വാർത്ത തന്നെയാണിത്, ചെറിയ വാർത്തയല്ല ഇത്. 20 ലക്ഷം എന്ന് പറയുമ്പോൾ 1-2 പേരല്ലല്ലോ. അതായത് അതുങ്ങൾ ഈ പലയിടത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ബംഗാളിയും ഭായിമാരുമാണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യാഘാതം ഇരിക്കുന്നത്. ഒരു ഗുരുതരമായ ഒരു പ്രത്യാഘാതം തന്നെയാണ് അത്. അവർ ഇത്രയും പേര് ഇങ്ങോട്ടേക്ക് ചാടുന്നു എന്നുള്ളത്, ബംഗ്ലാദേശിൽ നിന്ന് കുറെ എണ്ണം ഇങ്ങോട്ടേക്ക് ചാടുന്നു. അതിന് അവരെ, എനിക്ക് തോന്നുന്നു അവരെ 2 രീതിയിലായിരിക്കും പ്രലോഭിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഇവരുടെ ഷോർട്ടേജ് മൂലം ഇവർക്കുണ്ടായ കൂലി വർധനവ് ഇവരെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാകണം ഒരു വിഭാഗത്തെ. മറുവിഭാഗം എന്ന് പറയുന്ന ഈ സ്ലീപ്പർ സെൽ അടക്കം അവരുടെ ഫണ്ട് വാങ്ങിക്കൊണ്ട്, ഈ ബംഗ്ലാദേശിലൊക്കെയുള്ള ഭീകരവാദികളുടെയും പാകിസ്ഥാന്റെയൊക്കെ ഫണ്ട് വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് വെച്ചാൽ ക്രിമിനൽസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സേഫാണ്, തല്ലോ വെട്ടോ കുത്തോ, ഇനി അതല്ല മറ്റു കുൽസിത പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജയിലും ഇഷ്ടംപോലെ പണം സമ്പാദിക്കാം, പിന്നീട് എപ്പോഴെങ്കിലും ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ പുറത്തോട്ട് പോകാം. അതല്ല ഇനി പോലീസാണ് പിടിക്കുന്നതെങ്കിൽ തടങ്കൽ പാളയത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഡിപ്പോർട്ട് ചെയ്യുമല്ലോ, അങ്ങനെ പോകാം എന്നൊക്കെ കരുതുന്നവരും ഉണ്ട് അതിനകത്ത്. ഏതായാലും 20 ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്.